മറ്റൊരു യാത്രയ്ക്ക് തയ്യാറെടുത്തിട്ട് നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നിൽക്കുകയാണ്. അതെ, മലേഷ്യക്കാണ് പോണത്. ആദ്യത്തെ ഇൻ്റർനാഷണൽ വ്ളോഗിങ് ആണ്. നമ്മൾ അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞൊരു വ്ളോഗ് ഇട്ടതും ഒരു എയർപോർട്ടിൽ വെച്ച് തന്നെ ആയിരുന്നു. ഇതേ എയർപോർട്ടിൽ വെച്ചാണ്, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ചായിരുന്നു. പക്ഷെ അത് ഡൊമസ്റ്റിക് ആയിരുന്നു. ഇത് നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ കൊലാലംപൂരിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. കുറച്ച് ധൃതിയിലാണ്, കാരണം ലേശം ലേറ്റായിപ്പോയി. എയർ ഏഷ്യ ഫ്ലൈറ്റിൽ 9:40 ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളെ ഗേറ്റ് 9 മണിക്ക് ഓപ്പൺ ആവും. ഇപ്പോൾ ഗേറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഗേറ്റ് 3 അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ തരിച്ചല്ല, എൻ്റെ കസിൻസ് കൂടി ഞങ്ങൾ 3 പേര് കൂടി യാത്ര ചെയ്യാണ്. അപ്പോൾ ഇതൊരു ആദ്യത്തെ ഒരു തുടക്കത്തെ എപ്പിസോഡ് വൈസ് ആയിരിക്കും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും. നമ്മൾ ബഡ്ജറ്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ചുരുങ്ങിയ ലെവലിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ചീപ്പിന് ഫ്ലൈറ്റ് എടുത്ത് ചീപ്പിന് സ്റ്റേ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. Is a very serious offense which upon conviction subject to a fine or imprisonment. On behalf of our ഫൈനലി നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ദേ ഇപ്പോൾ എക്സിറ്റിൻ്റെ വശത്ത് നിൽക്കുകയാണ്. ഇനി നമുക്കൊരു സിം എടുത്തിട്ട് വല്ലതും കഴിച്ച് അതിനൊന്ന് നേരെ വെളുക്കൊന്ന് വിചാരിക്കണേ. ഇവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങണം. വേ ഔട്ടിന് അവരൊന്നിട്ട് ലാലു ആൻഡ് കെയിലുവ ഒന്ന് ഹോട്ട് ലിങ്ക് കിട്ടാം. അങ്ങനത്തെ ഒരു സിം എടുക്കാൻ വേണ്ടി വന്നത്. ഇത് ഒരാഴ്ചക്കുള്ള പാക്കേജാണ്. 29 റിങ്കറ്റ്, 40 GB. അതിൽ 20 GB ഹോട്ട്സ്പോട്ട് ഉണ്ട്. പിന്നെ അൺലിമിറ്റഡ് ലോക്കൽ കോൾസ്. അത് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോരുത്തരും കസ്റ്റമേഴ്സിൻ്റെ ഇങ്ങനെ എത്ര ദിവസത്തിനാണ്. അപ്പോൾ അതിന് നമുക്ക് എത്ര ദിവസം ഉണ്ടോ അതിനുള്ള കുറേ പാക്കേജുകളുണ്ട്. അതേ ഇരിക്കുന്നു. ക്യാപ്സ്യൂൾ സ്റ്റേ എന്നാണ് ഇതിനെ പറയാം. ഇതൊക്കെ 6 മണിക്കൂർ, 9 മണിക്കൂർ, 12 മണിക്കൂർ, ഇത്ര കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് കിടക്കുക. വാഷ്റൂം, അതുപോലെ ലോക്കർ. കണ്ട ഫോട്ടോ കണ്ട. സ്റ്റേ 3 hours, 3 മണിക്കൂർ എടുത്ത് 6 മണിക്കൂർ ഉണ്ടായിരിക്കും. അതായിരിക്കും. അത് സമയവും ഉണ്ട് കേട്ടോ. 8 മണി തൊട്ട് 4 മണി വരെ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കുറേ എയർപോർട്ടുകളിലൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുക, കിടന്നുറങ്ങുക. കണ്ടോ, ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്തൊക്കെ. ഇതാണ് അവസ്ഥ. ഇതിൻ്റെ പേയ്മെൻറ്റുകൾ നോട്ട് ചെയ്തൊക്കെ ഉണ്ടോ. 3 മണിക്കൂറിന് 20 റിങ്കറ്റ്, 6 മണിക്കൂറിന് 25 റിങ്കറ്റ്, അങ്ങനെ 35, 40, 45. പിന്നെ ഇതൊക്കെ സിംഗിൾ ക്യാപ്സ്യൂള്. പിന്നെ ഉള്ളത് അതിന് 165, 175, 185. പിന്നെ ക്യൂൻ ക്യാപ്സ്യൂള് 2 പേർക്കുള്ളത്. പിന്നെ 3 പേർക്കുള്ള സ്വീറ്റ് റൂം. ഇത് കൂടാണ്ട് 8% GST വേറെ ഉണ്ട്. 6:30 മണിക്ക് സമയത്താണ് നമ്മൾ വീണ്ടും സംസാരിക്കുന്നത്. നമ്മൾ 4:30 ഇവിടെ എത്തിയിട്ടുണ്ട്. എയർപോർട്ടിലെത്തി. അങ്ങനെ കുറച്ച് നേരം പുറത്തിറങ്ങി 10 റിങ്കറ്റിന് ഭക്ഷണം കഴിച്ചു. ഒരു കോംബോ ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു വന്നിട്ട് ഈ ക്യാപ്സ്യൂളുടെ അവിടെ വന്നിട്ട് ഷട്ടിൽ ബസ്സിന് ടിക്കറ്റ് എടുത്തിരിക്കുന്നു. 16 റിങ്കറ്റാണ്. 15 രൂപ ബസ്സിനും, 1 രൂപ ടെർമിനൽ ഫീസ്. അങ്ങനെയാണ്. ഇവിടുന്ന് ഓരോ അരമണിക്കൂർ ഇടവിട്ടിട്ടുണ്ട്. പക്ഷേ ക്യാഷ്ലെസ് ആണ്. ഞങ്ങളൊരു വ്യക്തി ഹെൽപ്പ് ചെയ്യുക ചെയ്തത്. അവർ കാർഡ് വെച്ചിട്ട് ഇതാക്കിയിട്ട് നമ്മൾ 48 റിങ്കറ്റ് അങ്ങോട്ട് പേ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഷട്ടിൽ ബസ്സിൽ നേരെ സിറ്റിയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഇതിൽ വന്നിട്ടുള്ള ചിലവെന്ന് വന്നിട്ടുണ്ടെങ്കിൽ 10,000 റുപ്പീസിന് നമുക്ക് കൊച്ചിയിൽ നിന്ന് കൊലാലംപൂരിലേക്ക് റിട്ടേൺ അടക്കം ടിക്കറ്റ് ചാർജ് വന്നിട്ടുള്ളത്. ഹോട്ടലൊക്കെ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ചീപ്പാണ്, വളരെ ചീപ്പാണ്. ഹോട്ടലിൽ എല്ലാ ദിവസത്തിനുള്ളത് ബുക്ക് ചെയ്ത് വെക്കണം. ക്യാഷ് പരമാവധി നാട്ടിൽ നിന്ന് തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് വരാം. ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ 19 രൂപ 20 പൈസയ്ക്കാണ് എക്സ്ചേഞ്ച് റേറ്റ് വന്നത്. അതേ സെയിം സാധനം ഇവിടെ വന്നപ്പോൾ 21 രൂപയും 21.45 വന്നു.
ഇത്രയാണ് പറഞ്ഞത്. പിന്നെ സിം എടുത്തു, 30 റിംഗറ്റിന് സിം എടുത്തിട്ടുണ്ട്. 40 GB നെറ്റ്വർക്കിലുള്ള സിം എടുത്തിരുന്നു. അങ്ങനെ അവിടെ എയർപോർട്ട് ഷട്ടിൽ വെയിറ്റ് ചെയ്യാണ്. എമിഗ്രേഷൻ്റെ സമയത്ത് ചോദിക്കും, നമ്മൾ ഹോട്ടൽ ബുക്കിംഗ്സ് ചോദിക്കും, എന്താവശ്യത്തിനാണ് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. അതിനുള്ള തെളിവാണ് നമ്മൾ ഹോട്ടൽ ബുക്കിങ്ങോ റിട്ടേൺ ടിക്കറ്റ്. കൊച്ചിയിൽ നിന്നൊന്നും എമിഗ്രേഷൻ ഒന്നും ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. നമ്മളെ ഹാൻഡ് ബാഗ് മാത്രമേ അലോ ചെയ്തിരുന്നുള്ളൂ ഈ ടിക്കറ്റ്, ഓഫറിലുള്ള ടിക്കറ്റ് കാരണം. പിന്നെ ഫ്ലൈറ്റ് വേറെ മീൽസോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എയർലൈൻസ് ആണല്ലോ ഈ എയർ ഏഷ്യ, അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുക. അപ്പോൾ നമ്മളിനിപ്പോൾ ഇവിടുന്ന് മൂവ് ചെയ്യാം, എയർപോർട്ടിൽ നിന്ന് നീങ്ങാം. ഇവിടുത്തെ ഗവൺമെൻറ് ബസ്സിൽ ഷട്ടിലിൽ മൂവ് ചെയ്യണം. KL സെൻറ്ററിൽ ബസ്സിലൊന്നും ഒട്ടും ആൾക്കാരില്ല. അതൊക്കെ കംപ്ലീറ്റ് കാര്യം. അങ്ങനെ എത്തിയിട്ടാ സെൻട്രലിൻ്റെ അവിടെ എത്തിൻ്റെ. ഇതൊക്കെ ലിറ്റിൽ ഇന്ത്യയിലേക്കുള്ള വഴി അങ്ങിടണത് ഈ ബസ്സിലാണ് നമ്മൾ വന്നത്. ഇനി ഇവിടെ നമുക്ക് മുകളിൽ കയറാം. ഇവിടെ ഒരുപാട് വേറെ വണ്ടികൾ എത്തിയിട്ടുണ്ടാവും. ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ എയർപോർട്ടിലേക്ക് പോകേണ്ട വണ്ടികൾ കിട്ടുക. ആൾക്കാർ ഓഫീസിലേക്ക് അതിനൊക്കെ ആയിട്ട് പോകണല്ലേ. അത് പലയിടത്തേക്കുള്ള ഹബ്ബാണ് കേട്ടോ അത് ശരിക്കും അല്ലേ. മെട്രോ ആയാലും മോണോ റെയിലായാലും ഫുള്ള് മലേഷ്യയുടെ കൊടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. അമേരിക്കയുടെ കൊടി പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാൽ ബേക്ക്ഡ് കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഭയങ്കര തിരക്ക്, ഭയങ്കര കച്ചവടമാണ്. കുറേ ഓഫറൊക്കെ ഇടുന്നുണ്ട്. ഇതിൽ 3 ഏതെങ്കിലും 3 എടുത്തിട്ടുണ്ടെങ്കിൽ 9.90 10 റിംഗറ്റ് തന്നെ അതിനെ കൂട്ടിക്കാം, അത്രയും കിട്ടും. വേണ്ട ഓഫറുകൾ വേണ്ട 3-4 ഏതെങ്കിലും എടുത്താലും. പിന്നെ ഇവിടെ പപ്സ് പോലത്തെ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ചായ ഓഫർ ഇടുന്നുണ്ട് കേട്ടോ. മെഷീനിലാണ് ക്യാപിച്ചിനോ കാര്യങ്ങൾ. ഉള്ളിൽ തന്നെ കാണാം ബ്രെഡിലൊന്ന് സെലക്ട് ചെയ്ത് മേടിക്കുന്ന വേണ്ട. സാധ്യതയിലൊക്കെ എന്താണ്ടൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ നമ്മളെ ഹോട്ടലിൻ്റെ അവിടേക്ക് നടക്കണേ. അപ്പോൾ ഇവിടെ എന്താ അച്ചടക്കത്തോടുന്ന ആൾക്കാർ വെയിറ്റ് ചെയ്യണമെന്ന് നോക്കിയാൽ സിബ്ര ക്രോസ് ചെയ്യാനായിട്ട്. അവരിപ്പോൾ അത് ജസ്റ്റ് ഇപ്പോൾ കടന്നുപോയി അടുത്ത സിഗ്നലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ ബിൽഡിങ്ങിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നിട്ടുള്ളത്. 9 സെക്കൻഡ് വണ്ടികളിപ്പോൾ ഇങ്ങനെ നിർത്തണം. ആരും ഹോൺ അടിച്ചാലും ഉണ്ടാക്കില്ല. സ്ട്രീറ്റുകളിലൊക്കെ എന്താ കച്ചവടം. ഇത് അവിടെ ഒക്കെ കണ്ടു ഇതുപോലെ കണ്ടോ സ്ട്രീറ്റുകളിലെ കച്ചവടം കണ്ടു. നമ്മളങ്ങനെ ഫൈനലി നമ്മളെ 4 ദിവസത്തെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ടീ പോഡ് കഫേ, ഇതിലെ ഈ ബങ്ക് ബെഡില്ലേ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കിടക്കണം. ഈ ഏരിയയിലൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഈ 7-Eleven എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഒരു ഫ്രാഞ്ചൈസ് നടത്തുന്നതാണ്. എന്നാന്ന് വെച്ചാൽ 7 മുതൽ 11 വരെ ഇടയിലുള്ള ഒരു റേറ്റിലുള്ള സംഭവങ്ങൾ കഴിക്കാനായിട്ട്. അത് ഒരു ധാബ പോലെയാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ ഏരിയയിലൊക്കെ കുറേ ഇന്ത്യൻ ഹോട്ടൽസ് കാണും, റെസ്റ്റോറൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കടന്നോ എന്ന് വെച്ചല്ലേ പള്ളി. ഇവിടുത്തെ ഒരു വർക്ക്ഷോപ്പ് ഏരിയയാണ്. ഇവിടുത്തെ റീഡിങ്ങിനുള്ള കാര്യങ്ങളും വാളൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. ഒരു ചെറിയൊരു കോഫി ഷോപ്പ് പോലെ. അതിനോടൊപ്പം തന്നെ റിസപ്ഷൻ നമുക്ക് തന്നെ ഉണ്ടാക്കി ചായ കുടിക്കാനായിട്ട് ആരോ ചെക്ക് ഇൻ ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പിലുള്ളൊരു സംവിധാനം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് പലതും കാണാം. വലിയ അമ്പരച്ചുംബികൾ കാണുന്നുണ്ട്. ബസ്, പിന്നെ മെയിൻ ഹൈവേ, മോണോറെയിൽ. ഇത് മോണോറെയിൽ പാസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ട്രെയിൻ പോകണില്ല. ഓരോ 7 മിനിറ്റിലും ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. അതൊരു പള്ളിയാണ്. അന്ന് പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഒരു TV ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രാത്രിയാണ് ഇവിടെ മെയിനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞ് ആരോ ഒരാൾ കിടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ടൈമൊക്കെ വെറുതെ സ്പെൻഡ് ചെയ്യാം, ഇങ്ങനെ ഇരിക്കാം. വർക്ക് ചെയ്യുന്നുണ്ട് കുറേ പേര്. ഒരു ലാപ്ടോപ്പിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ. ഇപ്പോൾ TV ഒന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിനിപ്പോൾ ഇവിടുന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങണം കേട്ടോ. മോണോ റെയിൽ പാസ് ചെയ്യുന്നു.
സിനിക്കാണ്. പിന്നെ ഇവിടെ നാഷണൽ ഡേ ആണോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ വരുന്നുണ്ട്. അത് കാരണം സകല ബിൽഡിങ്ങുമ്മലും മലേഷ്യയുടെ ഫ്ലാഗ് കാണാം, വണ്ടിമേലും. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കണം, പോക്കൊക്കെ തള്ളണം നോക്കി. ഓ എന്തോ ഡിഗ് ചെയ്യുന്ന നോക്കിയടാ. ഇവിടെ എന്തോ ബിൽഡിങ്ങിൻ്റെ എന്തോ ഒരു കൺസ്ട്രക്ഷൻ നടക്കണം. ആ പിന്നെ നഗരങ്ങളിലൊന്നും ഹോൺ ഐ ഡി ഇല്ല. നമ്മുടെ നാട്ടിലത്തൊക്കെ പോലെ തന്നെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. കുറേ വേറെ കുറേ കമ്പനികളുടെ വണ്ടി അല്ലേ, ഹോൺ ഐ ഡി എവിടെ ഇല്ല കേട്ടോ.